മരണത്തെ ഡെത്തിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറ്റും. 100%. നമ്മുടെ ജീവഗ്രഹമാണ് വ്യാഴം. അപ്പൊ ആ ബെർത്ത് ചാർട്ടിലെ ജീവഗ്രഹത്തിന്റെ മേളിക്കൂടെ ഈ ഇത് പോവുകയും നേരെ മേളിക്കൂടെ ആയിരിക്കില്ല ഏതൊക്കെ അസുഖങ്ങൾ എപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഗ്രഹങ്ങൾ അവിടെ ആക്ടിവേറ്റ് ആകും. നിങ്ങൾക്ക് അഥവാ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ബലികർമ്മങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനോ എടുക്കാനോ പറ്റാത്ത ആൾക്കാരാണെന്ന് തീർച്ചയായിട്ടും നമ്മുടെ രാമേശ്വരത്ത് പോയിട്ട് ബലിയിടാവുന്നതാണ്. 22 കിണറുകളും ഉണ്ട്. ആ കിണറിനകത്ത് പല രീതിയിലുള്ള പല ടെമ്പറേച്ചറുള്ള വെള്ളം, പല കളറുള്ള വെള്ളം. ഒരു ജീവിച്ചിരിക്കുന്നവരും എപ്പം മരണപ്പെടുമെന്ന് കഴിവതും അറിയാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഉള്ള കാലം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. പിന്നെ എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അസുഖങ്ങളോ വന്ന് ഇരിക്കുന്നതായിട്ടുള്ള ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ സബ്ജക്റ്റാണ് ചെയ്യുന്നത്. മരണത്തെ ഡെത്തിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറ്റും. 100%. അത് ഈ ട്രാൻസിഷൻ്റെ ബന്ധപ്പെട്ട ഗ്രഹങ്ങളെ കാര്യങ്ങളെ അതേമായിട്ട് പറഞ്ഞുതരാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുമ്പ് നമ്മൾ വേറെ 2-3 സബ്ജക്റ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു പോകാം. അതായത് ഇന്ന് നമുക്കറിയാം ഒരാളുടെ ആയുസ് 50 വയസ്സാണ്. ഈ 50 വയസ്സെന്ന് പറഞ്ഞാൽ ആ ഒരാൾ ആക്സിഡൻ്റൽ ഡെത്ത് ഉണ്ടാകും ഒരു 30 വയസ്സിൽ സപ്പോസ്. അപ്പോൾ ആ ആള് ഭൂമിയിൽ എങ്ങനെയാ അവരുടെ ആത്മാവ് എങ്ങനെയാണ്, അതേമാതിരി ചിലപ്പോൾ സാധാരണ നല്ല മരണമാണ്, നല്ല മരണം വന്നെന്ന വരിയിൽ അവരുടെ ആത്മാവ് എങ്ങനെയാണ്. അപ്പം എങ്ങനെ വന്നാലും ഈ ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഡെത്ത് ഉണ്ടായാലും അല്ലാതെ ഒരു പ്രായമായിട്ട് നല്ല ഒരു കർമ്മത്തോടു കൂടി മരിക്കുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് വന്ന് മരിക്കുക. അപ്പം ഇതിനെല്ലാം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട അവരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ബലികർമ്മത്തിലൂടെ അവർക്ക് മോശം കൊടുക്കണം, ബലി പ്രോപ്പറായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ കേരളത്തിൽ ഇതിനകത്ത് തിരുവല്ലം അല്ലെന്ന് ഇവിടെ ശ്രീരാമൻ്റെ ടെമ്പിളുണ്ട്. അങ്ങനെ പല അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബലികർമ്മങ്ങൾ. കാരണം സപ്പോസ് ഇപ്പം അങ്ങനെ മരണപ്പെട്ട ഒരാളുണ്ടെന്നതിൽ ആ ഒരു ആത്മാവ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അതല്ലെന്നതിൽ പൂർണ്ണമായിട്ടുള്ള അവർക്കൊരു മോശപ്രാപ്തി അല്ല, ഒരു ശാന്തിക്ക് വേണ്ടിയാണ്, ആത്മാവ് ശാന്തിക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നവർ അവരുടെ ആത്മാവ് അലഞ്ഞ് നടക്കാതെ അവർക്ക് വേണ്ടി കർമ്മം ചെയ്ത് അല്ലെന്നതിൽ അവരെ പ്രോപ്പറായിട്ടൊരു സ്ഥലത്ത് കൊണ്ടിരുത്തുക. ആ ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ അവരധ്വാനിച്ച സമ്പത്ത് മുഴുവൻ അവരുടെ കുട്ടികൾക്കും അല്ലെ അവരുടെ വൈഫോ അല്ലെ വൈഫാണ് എന്നൊരു ഹസ്ബൻഡിന് വേണ്ടി വാട്ടവർ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം അവർ ദേ ഹാവ് ടു ഗിവ് ഇറ്റ് ബൈ റിട്ടേൺ ഗിഫ്റ്റ് മാതിരി അവരുടെ മരണാനന്തര ചടങ്ങുകൾ കറക്റ്റായിട്ട് ചെയ്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യണം. അവർക്ക് ഈ ഭൂമിയിൽ അടുത്ത ഒരു ജന്മം കിട്ടുന്നിടം വരെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ള സാഹചര്യം കൊടുക്കാതെ അവർക്ക് അല്ലെന്നൊരു ആക്സിഡൻ്റ് ഡെത്താന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നാലും അവർക്ക് കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടവരെ ചെയ്യുക. അഥവാ നിങ്ങൾ ചിലപ്പം ചില ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ചെയ്യാൻ പറ്റിയില്ല, ഇതുവരെ ഇങ്ങനെ ഒരു നോളജ് ഇതേപ്പറ്റി അറിവില്ലായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബർത്ത് ബന്ധപ്പെട്ട നോക്കുമ്പോൾ പല ഫാമിലിയിൽ ഒരുപാട് വിഘ്നങ്ങളെ, ഒരുപാട് പ്രശ്നങ്ങളെ അങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റൂടെ ഈ ഒരു മരണമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അങ്ങനെ നോക്കിയപ്പം അതുകൊണ്ടാണ് ഇതൂടെ പറഞ്ഞ് ടച്ച് ചെയ്തു പോകുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എല്ലാവരും ഒരു ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെന്നൊരു നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റോ ഒരു ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നൊരു നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെന്നൊരു അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അഥവാ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ബലികർമ്മങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനോ എടുക്കാനോ പറ്റാത്ത ആൾക്കാരാണെന്ന് തീർച്ചയായിട്ടും നമ്മുടെ രാമേശ്വരത്ത് പോയിട്ട് ബലിയിടാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു 1 ടൈം ഇട്ട് കഴിഞ്ഞാൽ ഒരു ലൈഫിൽ അങ്ങനത്തെ ഒക്കെ ഉള്ള അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് അവിടെ നല്ല ഒരു ബലി എന്ന് പറഞ്ഞാൽ ബലികർമ്മം എന്ന് 22 കിണറുകളും ഉണ്ട്. ആ കിണറിനകത്ത് പല രീതിയിലുള്ള പല ടെമ്പറേച്ചറുള്ള വെള്ളം, പല കളറുള്ള വെള്ളം. അവിടെ നിന്ന് എല്ലാവരും അവിടെ നല്ല ടവലൊക്കെ കൊണ്ട് ബലിയിട്ട് ഓരോ കിണറിൽ നിന്നും വെള്ളം കോരി ഒഴിച്ച് കുളിച്ച് ഓരോ പോയുള്ള ചെയ്യുന്ന കർമ്മമാണ്. അപ്പോൾ ആ കർമ്മത്തിൽ നിന്ന് നമുക്ക് നിങ്ങളുടെ പൂർവികന്മാർക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളല്ല അതുമായിട്ട് ബന്ധപ്പെട്ട അവർക്കൊരു ശാപമോഷവും അതിലൂടെ നമ്മുടെ ആ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള പല നെഗറ്റിവിറ്റികളും മാറി വരുന്നതാണ്.
അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കാരണം നമ്മൾ പല ബർത്ത് ചാർട്ടുകളും നോക്കുമ്പോൾ അവരുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെന്നൊരു അവരുമായിട്ട് ബന്ധപ്പെട്ട അല്ലെന്നൊരു മരണങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റാതെ വരിക, അല്ലെ ഡൈവേഴ്സ് കേസ് വരിക, ഫാമിലിയിലെ ചിഹ്ന ഭിന്നമായി പോകാനുള്ള സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ ഞാൻ ഇപ്പം പല ആൾക്കാരെ അതേപ്പറ്റി അറിവില്ലായിരിക്കും. അപ്പം ആ അറിവിന് വേണ്ടി കൂടാണ് നമ്മൾ ഈ ഒരു സാഹചര്യം കാരണം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുമായിട്ട് ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് ഒരു കമൻറ്റ് ചെയ്യാം, ചോദിക്കാം, വിളിക്കാം. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും നോക്കണോ, അപ്പോയിൻമെൻറ്റോ കാര്യങ്ങളോ എടുക്കണമെന്ന രീതിയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ഡെത്തിനെ പറ്റിയാ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ പ്രെഡിക്റ്റീവ് അസ്ട്രോളജിയെ പറ്റി വരെ നമുക്ക് ടച്ച് ചെയ്ത് പോകേണ്ടി വരും. പക്ഷേ അതെല്ലാം കൂടെ ഒരു എപ്പിസോഡ് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം നമ്മുടെ ജോൺ എഫ് കന്നഡി, ജൂലിയൻ കന്നഡി, ജാക്ലിൻ കന്നഡി, അതേമാതിരി ഒരുപാട് അവരുടെ ഫാമിലിയിൽപ്പെട്ട് അങ്ങനെ ഞാനിപ്പോൾ റിസർച്ച് നല്ല ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ വെസ്റ്റേണൊക്കെ പഠിക്കുമ്പോൾ വേൾഡിലെ ടോപ്പ് ലീഡേഴ്സ്, അതേമാതിരി ഇവിടുത്തെ ഇംഗ്ലീഷ് നമ്മുടെ ബ്രിട്ടീഷ് ഫാമിലിയുള്ള ഡയാന രാജകുമാരിയുടെ ഹസ്ബൻഡ്, അവരുടെ ഡെത്ത് ഉണ്ടാകാനുള്ള കാരണങ്ങളെ അല്ലെങ്കിൽ ആ ഒരു അലൈൻ ചെയ്ത് ആ ഒരു സംഭവം ഒരു ആ ട്രാൻസിറ്റ് ഏതൊക്കെ ഗ്രഹങ്ങൾ ഇതായിട്ട് കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ആക്സിഡന്റ് ഡെത്ത് പ്രത്യേകിച്ച് ചൊവ്വ കേതു ഒക്കെ കണക്ഷന് അങ്ങനെ പ്രത്യേകിച്ച് ഇത് പറയുമ്പോൾ നമുക്ക് ഈ മരണത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസിറ്റിലെ വ്യാഴമെന്ന് പറഞ്ഞ ജീവഗ്രഹമാണ് ഒരാണിനെ സംബന്ധിച്ചിടത്തോളം. ആ ജീവഗ്രഹത്തിന്റെ മേളിൽ കൂടെ ജീവഗ്രഹമായിട്ട് വ്യാഴം പാസ് ചെയ്യുക. അപ്പൊ ഗുളിയന്റെ പൊസിഷന്, അതേമാതിരി കേതുവിന്റെ പൊസിഷന്, ശനിയുടെ പൊസിഷന്, ആ ഒരു കൺജഷൻ പോയിന്റ് വരുന്ന കറക്റ്റ് നമുക്ക് മരണത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എപ്പം മരിക്കും എന്നുള്ള വരെ അറിയാൻ പറ്റും. അപ്പം അത് പല ആൾക്കാർക്കും ഡൗട്ടുണ്ട് ഇന്നും. പക്ഷേ നമുക്ക് ഒരു ജീവിച്ചിരിക്കുന്നവരും എപ്പം മരണപ്പെടുമെന്ന് കഴിവതും അറിയാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഉള്ള കാലം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. പിന്നെ എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അസുഖങ്ങളോ വന്ന് ഇരിക്കുന്നതായിട്ടുള്ളൊരു സമയത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഇതുകൂടെ പറഞ്ഞു. അപ്പം ഈ പോകുന്നത് നമ്മുടെ ബർത്ത് ചാർട്ടിലെ ഓരോ ഗ്രഹങ്ങളുണ്ട്. ഇപ്പം ഞാൻ അതിനകത്ത് നമ്മുടെ വേറൊരു വീഡിയോ ട്രാൻസിഷൻ എന്താന്ന് അല്ലെന്ന് ഒരു ഗോചാരം എന്താന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ അതും ഇതും കൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലാം കൂടി ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നാലും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബർത്ത് ചാർട്ടിലെ ഇപ്പം വ്യാഴം നിൽക്കുന്ന ഒരിടത്ത്, ആ വ്യാഴം എന്ന് പറഞ്ഞാൽ ജീവഗ്രഹമാണ്. ആ ജീവഗ്രഹത്തിൻ്റെ കൂടെ 159261037114812 അങ്ങനെയുള്ള ആംഗിളിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടോ അത് ഗുഡ് ഹൗസിലാണ്. പ്രത്യേകിച്ച് 8ാം ഭാവത്തിലാണോ 6ാം ഭാവത്തിലാണോ എന്നൊക്കെ നോക്കണം. 6, 7 ചില കേസിൽ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഭാവത്തിൽ വരുമ്പോൾ അപ്പോൾ അതേമാതിരി അതിൻ്റെ കൂടെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ചില ഗ്രഹങ്ങൾ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ചിലപ്പോൾ നെഗറ്റീവ് പ്ലാനറ്റ് നിൽക്കുക. ആ ഒരു സമയത്ത് ഗോചാരത്തിൽ കൂടെ വ്യാഴം ട്രാൻസിറ്റ് വരിക. നമ്മുടെ ജീവഗ്രഹമാണ് വ്യാഴം. അപ്പോൾ ആ ബർത്ത് ചാർട്ടിലെ ജീവഗ്രഹത്തിൻ്റെ മേളിക്കൂടെ ഇത് പോവുകയും നേരെ മേളിക്കൂടെ ആയിരിക്കുകയില്ല ഈ 1592610 ഏതെങ്കിലും. കാരണം അതിൻ്റെ 75% അവിടെ കണക്ടിവിറ്റി ഇരിക്കുക. പ്രത്യേകിച്ച് ചൊവ്വായുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കൂടെ ആ ഒരു സമയത്ത് വരുവാണെന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഈ ഇങ്ങനെയുള്ള നമ്മൾ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെ ബർത്ത് 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഡെത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ എന്തിനെ ന്യൂമറോളജി വരെ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇന്നുണ്ട്. കാരണം നമ്മൾ ചുമ്മാ പറയുന്നതല്ല, 100 കണക്കിന് ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്തിട്ട് അങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ പ്രെഡിക്ഷൻ നടത്തി ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ ചുമ്മാ അത് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് നമ്മുടെ ആൾക്കാർ ചോദിക്കുമല്ലോ ഇങ്ങനെയാണ് എൻ്റെ ഒന്ന് 100% പറ്റും. പറ്റത്തില്ല, ഇങ്ങനെ സബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പം പറ്റുമെന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഈ പ്രത്യേകിച്ച് ഒരു സംഭവം. ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട് കാണും, ഈ മരണം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ ജീവഗ്രഹത്തെ നോക്കി തന്നെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ള താല്പര്യം ഉണ്ടെന്ന് വരില്ല നമ്മളെ കണക്ട് ചെയ്യാം. പ്രത്യേകിച്ച് ബൃഹനാഡി അസ്ട്രോളജി ഒക്കെ വളരെ അക്യുറസിയാണ്. അതുപോലെ KP അസ്ട്രോളജി ഇങ്ങനെയൊക്കെ വളരെ അക്യുറസിയാണ് ഈ വേദിക് അസ്ട്രോളജിയുമായിട്ട് നോക്കുമ്പോൾ.
പിന്നെ അഡ്വാൻസ്ഡ് ന്യൂമറോളജി ഉണ്ട്. ന്യൂമറോളജി കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെന്നുവരിൽ ഈ ഇതിനും എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള 90% പ്രഡിക്ഷൻ നമുക്ക് ഈ ഈ നമുക്ക് എന്താ പറയുന്നത് ബൃഹുനന്ദ നാഡി ഫുള്ളായിട്ട് പറയാം. ബൃഹുനന്ദ നാഡി അല്ലെന്നൊരു ചന്ദ്രകലാ നാഡി അതേമാതിരിയുള്ള കാര്യത്തിൽ കൂടെ നമുക്ക് KP അസ്ട്രോളജിയിലൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. വേദിക് അസ്ട്രോളജിയിൽ ലിമിറ്റേഷൻ ഉണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം ഇങ്ങനെ അല്ലാന്ന് ഒരു മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം നിങ്ങൾക്ക് എന്താ അസുഖം ഉണ്ടാകാൻ പറ്റും, ട്രാൻസിറ്റ് ഗ്രഹങ്ങൾ പോകുമ്പം ഏതൊക്കെ അസുഖങ്ങൾ എപ്പോൾ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഗ്രഹങ്ങൾ അവിടെ ആക്ടിവേറ്റ് ആകും. ആ ആക്ടിവേറ്റ് ആകുന്ന സമയത്താണ് നമുക്കവിടെ കൺജക്ഷൻ പോയിന്റ് വരും. ആ ഒരു സമയത്ത് നമുക്ക് ഉറപ്പത് സംഭവിച്ചിരിക്കും. പക്ഷെ എന്ന് വെച്ചാൽ അതിൻ്റെ കർമ്മങ്ങളുണ്ട്. ഈ ഗ്രഹത്തിൻ്റെ പല കർമ്മങ്ങൾ ചെയ്തിട്ട് നമുക്ക് ആ നെഗറ്റിവിറ്റിയെ പോസിറ്റീവ് ആക്കാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് ചിന്തിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.